അത് നമുക്ക് ഈ ഒരു തിയറി പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന കൃത്യമായിട്ട് കാരണം മനസ്സിലായി. കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇന്ന കാരണം കൊണ്ടാണ് നമ്മളിവിടെ സെല് ചെയ്യാൻ നോക്കുന്നത്. നമ്മളത് എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യണം. ആ കാര്യം വഴിയുണ്ട്, നമ്മൾ നടക്കണം. പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ലോസ് ആയ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ബ്രോന് ഇപ്പൊ പറ്റും. കോൺഫിഡൻസ് പറ്റും പറ്റും. പ്രോഫിറ്റ്. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം ബ്രോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ബ്രോ TMC സ്ട്രാറ്റജി? വർക്കിംഗ് ആവുന്നുണ്ടോ ഇല്ലയോ? വർക്കിംഗ് ആവുന്നുണ്ട്, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആ, അതുപോലെ തന്നെ അതെ. ബ്രോ ഇപ്പം നമ്മള് സംസാരിക്കുന്ന സമയത്ത് ബ്രോ ബിഗിനർ അല്ലായിരുന്നു അല്ലെ? ചെറുതായിട്ട്. അതെ 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 അതെ. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? പിന്നെ നമുക്ക് ബാക്കിയുള്ള കോഴ്സ് കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ? ഇല്ല ഇല്ല, ഫസ്റ്റ് അത് ടൈം ആണല്ലേ? അത് ക്രിപ്റ്റോയിൽ ചെറുതായിട്ട് നോക്കിയാണ്. പക്ഷെ അതൊന്നും ആ ഇൻഡിക്കേറ്റർ ഒക്കെ വെച്ചിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷെ ഇൻഡിക്കേറ്റർ ഒന്നും മാർക്കറ്റിൽ വർക്ക് ആവില്ല എന്ന് പിന്നെ മനസ്സിലായത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ വർക്കാവും, ആവില്ലല്ല. ട്രൂസെൻസ് നമ്മള് ഈ പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആണോ അല്ല പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ ബ്രോ? സിമ്പിൾ ആണ്. ട്രൂസെൻസിന്റെ TMC കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാകുന്നത്. ഹാർഡ് ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടോ? ഇല്ല 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 ഇല്ല. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മള് ആഡിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ 5 hours മാത്രമേ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളുള്ളൂ. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും ഈ 5 hours വീഡിയോനെ കൊണ്ട് നമുക്ക് എന്താ ഉപകാരം ഉണ്ടാവും എന്നുള്ളത്. 5 hours ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ ബ്രോ? യൂസ്ഫുൾ ആണ്. എങ്ങനെയുണ്ട് അത് മുഴുവൻ കഴിയുമ്പോഴത്തെ ബ്രോന് എന്താണ് ഒരു അഭിപ്രായം പറയാനല്ലേ? നമുക്കിത് മൊത്തത്തിൽ, അതായത് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് അതിന്റെ ഒരു ലോജിക് ഉണ്ട്. ചുമ്മാ നമ്മൾ ബ്ലൈൻഡ് ആയിട്ടല്ല ചെയ്യുന്നത്. അതൊരു ലോജിക്ക്, ഇന്നൊരു സ്ഥലത്തിന് ഒരു ബൈ ചെയ്യണമെങ്കിൽ അതിനൊരു ലോജിക്ക് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു ലോജിക്ക് ഉണ്ടായിരിക്കും. അത് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇന്ന ഏരിയയിൽ നിന്ന് ബൈ എടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ഏരിയ നമ്മൾ സെല് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മളോട് എന്തിനാണ് നമ്മൾ ചെയ്തതെന്നുള്ളൊരു ലോജിക്ക്, അത് നമുക്ക് ഈ ഒരു തിയറി പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇന്ന കാരണം കൊണ്ടാണ് നമ്മളിവിടെ സെല് ചെയ്യാൻ നോക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതെ അതെ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ 2 hours സൂം മീറ്റിംഗ് കിട്ടിയായിരുന്നു മെന്ററിന്റെ വക? യെസ് യെസ്, കിട്ടിയായിരുന്നു. എങ്ങനെ യൂസ്ഫുൾ ആണോ സൂം വീഡിയോ? എന്തുണ്ട്? യൂസ്ഫുൾ ആണ്. പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. ഇൻഡിവിജ്വൽ ആയിരുന്നോ സൂം മീറ്റിംഗ് ഉണ്ടായത്? അല്ലല്ല, പക്ഷെ കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് പോയത് ക്ലാസ്. ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. സൈക്കോളജി ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവല്ലേ സൂം മീറ്റില്? ഇല്ല, അത് അങ്ങനെ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടില്ല. സൈക്കോളജി അത് നിങ്ങൾ എന്തായാലും പറയാം. നിങ്ങൾ ഓവറോൾ പറയുന്ന ഒരു പേരാണ് സൈക്കോളജി. നമ്മളെ മെന്റൽ ബ്രേക്ക് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അതെ 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 അതെ. എങ്ങനെയുണ്ടായിരുന്നു? യൂസ്ഫുൾ അതൊക്കെ ആയിരുന്നോ ക്ലാസ്. അത്? അതെ അതെ അതെ. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ബ്രോന്റെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലി നമുക്ക് ചോദിച്ച് ക്ലിയർ ആയാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടോ ഈ കോഴ്സില്? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ടായിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അതെ. പിന്നെ അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഉണ്ട് ഉണ്ട്. അത് അതെങ്ങനെ ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നോ? യൂസ്ഫുൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ സൂം മീറ്റിംഗ് സെഷൻ, അപ്പോ പിന്നെ മൊത്തത്തിൽ സൂം മീറ്റ് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഓൾ ടുഗദർ? നല്ലായിരുന്നു. പ്രശോഭ് ബ്രോ, മാർക്കറ്റിൽ കുറെ ലോസ് ആക്കിയ കഥയാണ് നമ്മള് ഫസ്റ്റിൽ പറഞ്ഞതല്ല. നമ്മൾ ഈ ഒരു TMC അഡ്വാൻസ് കോഴ്സ് എടുക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? ഒരു ദിവസം നൈറ്റില് നമ്മൾ സംസാരിച്ചത്. അതെ അതെ. ഒരുപാട് ലോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിച്ച പ്രശോഭ് ബ്രോനെ എനിക്ക് ഓർമ്മയുണ്ട്. അത് നമ്മള് വീഡിയോ കോൾ അല്ല, നോർമൽ കോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി ഒരു 9 മണി 10 മണി ടൈം, റൈറ്റ്? അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഫിഡൻസിൽ നിങ്ങളെ മുഖം എനിക്ക് കാണണ്ടേ എന്നുള്ളത്. സോ ഞാൻ ഇപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, TMC ഒക്കെ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ? 100%. അപ്പോ ഈ ഒരു ലോസ് ആയ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ബ്രോന് ഇപ്പൊ കോൺഫിഡൻസ് പ്രോഫിറ്റിലേക്ക് അതിന്റെ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ബ്രോന് തോന്നുന്നുണ്ടോ? അതെ പറ്റും പറ്റും. കോൺഫിഡൻസ് മതി ബ്രോ, അതാണ് നമുക്ക് കിട്ടുന്ന അവാർഡ്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ വീഡിയോസ് ആണോ അല്ല സൂം മീറ്റ് ആണോ ബ്രോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അല്ല, അത് നമ്മൾക്കിപ്പോ വീഡിയോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൂടി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാനും പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടും. എന്നിട്ട് നമുക്ക് അതിന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവിൽ ചോദിക്കുമ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. രണ്ടും ഒരുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ട് വെച്ചാല് വീഡിയോ അത് തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് റിപ്പീറ്റ് ചെയ്ത് കാണാനും പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് റെക്കോർഡഡ് സെക്ഷനാണ് കൂടുതൽ ഉപകാരപ്പെടുക. അത് ഉപയോഗിച്ച ആൾക്കാർക്ക് അതിന്റെ ഗുണം മനസ്സിലാവുള്ളൂ. അതെ പിന്നെ അതെ. അതുപോലെ തന്നെ നമ്മള് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? നമ്മൾ സജഷൻസ് ചോദിക്കണമല്ലോ. നിങ്ങളുടെ അടുത്ത് നല്ല കാര്യങ്ങൾ ചോദിച്ചാലേ നമുക്ക് വളരാൻ വേണ്ടി പറ്റുള്ളൂ. ആ അല്ല, അതിപ്പോ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല. എനിക്ക് കുറച്ചുകൂടി ഇനി നമ്മള് ലൈവ് മാർക്കറ്റില് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ. അല്ല അങ്ങനെയല്ല, നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സർവീസസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചത്? ഓക്കെയാണ് ഓക്കെയാണ്. നമ്മളിപ്പോ എപ്പോഴും അവൈലബിൾ ആണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാനും. ഓക്കെ ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. പെർഫെക്റ്റ്. ട്രൂസൻസ് ആൾക്കാർ ഫ്രണ്ട്ലി ആണോ അല്ല ജാട തെണ്ടികളാണോ ബ്രോ? ഫ്രണ്ട്ലി ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം കുറെ ആൾക്കാർ ട്രൂസൻസിന്റെ TMC പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. സോ കോമൺ ആയിട്ട് ബ്രോന് ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എങ്ങനെ കോമൺ ആയിട്ടെന്ന് പറയുമ്പോൾ ഈ മേഖലയിലേക്ക് വരുമ്പോഴാണ്. ബ്രോന്റെ അനുഭവം വെച്ചിട്ട് ഈ പഠിച്ചതും മുന്നേ ഉള്ളതൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട്. അല്ല, എനിക്കിപ്പോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ കോഴ്സ് വളരെ നന്നായിട്ടാണ്. കാരണം ഏതൊരാൾക്കും ഒന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ പ്രാക്ടീസ് വേണം നിർബന്ധം. തീർച്ചയായും അതിനുള്ള വഴി ഇവിടെ ഉണ്ട്. അത് അത്രയാണ്. വഴി ക്ലിയർ ആണല്ലേ. അതെ. അതുപോലെ ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട് മാനുവലി പാസ്സാക്കുക. ബ്രോന് ഇപ്പൊ ചെയ്യാൻ അതെ വേണ്ടി പറ്റുമല്ലോ? പറ്റും. കറക്റ്റ് റിസ്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ സംഭവമല്ലേ ഇത്? കാരണം ട്രൂസൻസ് 2 ആഴ്ച കൊണ്ട് 4 ലക്ഷത്തിന്റെ അക്കൗണ്ട് മാനുവലി പാസ്സാക്കി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചോദിച്ചു അതൊക്കെ പോസിബിൾ ആണോ? ബ്രോനത് പോസിബിൾ അല്ലേ? പോസിബിൾ ആവും. കാരണം എന്ന് വെച്ചാല് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കറക്റ്റ് റിസ്ക് റിവാർഡ് കാര്യങ്ങൾ ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ. പിന്നെ ട്രൂസൻസിന് ബ്രോന്റെ വക 10ൽ എത്ര റേറ്റിംഗ്സ് കൊടുക്കാം? 10ൽ 10. താങ്ക് യു. നമുക്ക് നമ്മളെ ട്രൂസൻസിന്റെ ഇപ്പം നിങ്ങൾ ഒരുപാട് കോഴ്സ് കാര്യങ്ങളൊക്കെ അന്ന് തന്നെ പ്രശോഭ് ബ്രോന്റെ അടുത്ത് പറയുന്ന സമയത്ത് പറഞ്ഞായിരുന്നു കുറെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രോന് കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പയർ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത്. അതെ അതെ. അപ്പോ ബ്രോ എന്തുകൊണ്ട് നമ്മളെ തെരഞ്ഞെടുത്ത്? അല്ല, നമ്മൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ വരെ എനിക്കത് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതെന്നാലും തെരഞ്ഞെടുത്തതിന് ശേഷം എനിക്ക് വളരെ നല്ല അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ പല സ്ഥലത്തു നിന്നും കോഴ്സ് എന്ന് പറയുമ്പോഴേക്കും അവര് ഒരു എന്താണ് ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു വെച്ചാൽ അവരൊരു ടേം ഉണ്ട്. ആ ടേം കഴിഞ്ഞാൽ പിന്നെ വലിയ കോണ്ടാക്റ്റുകൾ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഏത് സമയത്തും നല്ല സർവീസ്, എപ്പോ വിളിച്ചാലും അപ്പോഴെടുത്തില്ലെങ്കിൽ പിന്നെയും നമുക്ക് തിരിച്ച് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനും. അപ്പൊ അത് നല്ലൊരു സർവീസാണ്. അപ്പൊ അത്രയും ഫ്രണ്ട്ലി ആണ്. ഇതെല്ലായിടത്തും ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒന്നും കൂടിയുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ ട്രൂസൻസിന്റെ കോഴ്സിന് 50,000 ആണ് റേറ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ആ പൈസ മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ ഉള്ളിൽ എന്താ സാധനം എന്ന് കാണുന്നില്ല. ഇപ്പൊ കുറച്ചു നേരത്തെയും കൂടി ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു സ്റ്റാഫിന്റെ അടുത്ത്, ഈ 5 മണിക്കൂറിലെ വീഡിയോക്ക് 50,000 എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലല്ലേ? ബ്രോൻ എന്താ തോന്നുന്നത്? ബ്രോന്റെ ഒരു അഭിപ്രായം കേട്ടോട്ടെ. അല്ല, അതെന്ന് വെച്ചാല് ഇതില് അത് എങ്ങനെയാന്ന് അതിപ്പോ ഇതിന്റെ ഇത് മനസ്സിലാക്കി. ഇപ്പൊ ഡയമണ്ട് ഇവിടെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്താനുള്ള ഒരു എഫേർട്ടും കൂടി. ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അതിന്റെ വർത്ത് നമുക്ക് മനസ്സിലാവില്ല. അല്ലെ 5 മണിക്കൂർ ക്ലാസ് കേട്ടാലും നമുക്കത് മനസ്സിലാവില്ല അതിന്റെ എത്ര വർത്ത് ഉണ്ട്. അത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ എന്താണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം വർക്ക് ആകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായും അങ്ങനെ തീർച്ചയായും. അത്രയും അവിടെ വരെ എത്തിയവർക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവും. ചുമ്മാ 5 മണിക്കൂർ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ വിലയിരുത്തുന്ന പറയാൻ പറ്റും. 50,000 നമ്മളിപ്പോ ഇതിന് പ്രൈസ് ഈടാക്കുന്നത് കുറവാണോ കൂടുതലാണോ ബ്രോ പറ?
അല്ല ഇപ്പം നോർമലി 50,000 ഒക്കെ ആവറേജ് റേറ്റ് ആണ്. അതെ അതെ. കോഴ്സ് പല സ്ഥലത്ത് ആ കൊടുക്കുന്ന ഉണ്ട്. പൈസക്കെല്ലാം മുതലുണ്ട് എന്ന് ബ്രോന് തോന്നുന്നുണ്ടോ? നമ്മളത് കണ്ടെത്തണം എന്നുള്ളതാണ്. തീർച്ചയായും തീർച്ചയായും റെഡിമെയ്ഡ് ആയിട്ട് ഒന്നും കിട്ടില്ല. തീർച്ചയായും വളരെ കൃത്യമായിട്ട് ആൻസർ ആണ് നമ്മുടെ തോന്നുന്നത്. എഫേർട്ട് ഉണ്ട്. നമ്മള് താല്പര്യമുണ്ട്. അതെ, നമ്മളത് എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യണം. ആ കാര്യം വഴിയുണ്ട്, നമ്മൾ നടക്കണം. ഓക്കെ ഓക്കെ ഗുഡ്. എന്തായാലും ഇത്രയേ ഉള്ളൂ ബ്രോ. പിന്നെ എന്തായാലും ഈ സെഷൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളെ ടൈം നമുക്ക് തന്നതിന് താങ്ക് യു. അതുപോലെ തന്നെ നമ്മളെ ചൂസ് ചെയ്തതിനും താങ്ക് യു. സപ്പോർട്ട് എപ്പോഴും ഓക്കെ. കട്ടക്കന്നെ കൂടെ ഉണ്ടാവും. മുന്നോട്ടേക്ക് ലോസ് മൊത്തം റിക്കവർ ആക്കി എടുക്കണ്ടേ നമുക്ക്. അതെ. സെറ്റാക്ക്. ഓക്കെ നിങ്ങളൊക്കെ ലോസ് റിക്കവറിങ് സ്റ്റോറി കേൾക്കാൻ വേണ്ടി കാത്തിക്കുക. ഓക്കെ ഓക്കെ എപ്പോഴാ എനിക്ക് വിളിച്ച് പറഞ്ഞുതരാ ബ്രോ? തീർച്ചയായും ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത് തന്നെ. ആഗ്രഹിക്കും. ഓക്കെ, ഓക്കെ പ്രോമിസ് ആണ് എനിക്ക്. ഓക്കെ ഓക്കെ ബ്രോ എന്നാലേ. ഓക്കെ 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 ബൈ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ല കേട്ടോ. ശരി ശരി. ഓക്കെ. ഓക്കെ ബ്രോ.